أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأخرجت الأرض أثقالها وقال الإنسان ما لها. السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ സിൽസാലിലെ 3ഉം 4ഉം വചനങ്ങളാണ് കേട്ടത്. അർത്ഥം ഇപ്രകാരമാണ്: ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറന്തള്ളുമ്പോൾ അതിനെന്ത് സംഭവിച്ചു എന്ന് മനുഷ്യൻ ചോദിക്കും. വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ ആയത്തിൻ്റെ വിശദീകരണം മുസ്ലിം മൗദിൻ്റെ തഫ്സീറെ കബീറിൽ നിന്ന് നൽകി വന്നിരുന്നു. നമ്മൾ കേട്ടിരുന്നു, അതായത് മുസ്ലിം മൗദ് ഈ ആയത്തിന് 6 വിശദീകരണങ്ങൾ നൽകാൻ സാധിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിൽ 3 അർത്ഥങ്ങൾ നമ്മൾ കേട്ടിരുന്നു. ഒന്ന്, അസ്ഖാൽ എന്നതിനെ ഭരണാധികാരികളും ഭരണകൂടങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. 2, ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുല്ലാക്കളും പാദരിമാരും സ്വാമിമാരും അല്ലെങ്കിൽ മറ്റ് മത പണ്ഡിതന്മാരുമാണ്. 3, അസ്ഖാൽ എന്നതിന് അമൂല്യ നിധി എന്നും അർത്ഥമുണ്ട്. ആയതിനാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രൂഡ് ഓയിൽ ആണെന്നും നമ്മൾ കേട്ടിരുന്നു. തുടർന്ന് ഹുസൂർ വിവരിക്കുന്നു, അസ്ഖാൽ ഭാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസാരെ ഖദീമ ആണ്, അതായത് പുരാതന വസ്തുക്കളും ഒരു തരത്തിലുള്ള ഭാരമാണ്. അതിനെ ഭൂമി ആയിരക്കണക്കിന് വർഷങ്ങളാൽ ഉള്ളിൽ അടക്കി വച്ചിരുന്നു. നമുക്കറിയാം ഇന്ന് ആർക്കിയോളജി സ്റ്റഡീസ് എത്രമാത്രം വികസിച്ചിട്ടുണ്ട് എന്ന കാര്യം. ഇവർ ഭൂമിയെ കളച്ചുകൊണ്ട് പലതരത്തിലുള്ള റിസർച്ചുകളും നടത്തുന്നു. അതിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ജീവികൾ ഉണ്ടായിരുന്നു. പല നാടുകൾ തന്നെ പല കാരണവശാൽ മണ്ണിനടിയിൽ ആയിരിക്കുന്നു എന്ന്. ഈ സംഭവങ്ങളെല്ലാം ഇന്നാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് സുഹൂറെ മസീഹിൻ്റെ കാലഘട്ടത്തിൽ. തുടർന്ന് ഹുസൂർ ഇതിൻ്റെ 5ാമത്തെ അർത്ഥം വിവരിച്ചുകൊണ്ട് പറയുന്നു, നേരത്തെ വിവരിച്ചിരുന്നു, അതായത് അർദ് ഭൂമി എന്നതുകൊണ്ട് വെറും ഭൂമിയല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അഹ്ലെ അർദ് ആണ്, അതായത് ഭൂമിയിൽ താമസിക്കുന്ന ജനങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകും: അതായത് ധൂർത്ത്, സ്വാതന്ത്ര്യം, മതമില്ലായ്മ എന്നുള്ള ചിന്താഗതികളെ മനുഷ്യന്മാർ കാലങ്ങളോളം താങ്കളുടെ മനസ്സിൽ അടക്കി വെച്ചതിനെ എടുത്ത് പുറന്തള്ളും. പണ്ടുകാലത്ത് ഇത്തരത്തിലുള്ള ചിന്താഗതികളെ ജനങ്ങൾ പുറത്തു കാണിക്കാറുണ്ടായിരുന്നില്ല. അഥവാ ആരെങ്കിലും ഇത്തരത്തിലുള്ള ചിന്താഗതികളെ പുറത്ത് കാണിക്കുകയാണെങ്കിൽ സമൂഹം അദ്ദേഹത്തെ ഒഴിവാക്കുമായിരുന്നു. ഇത്തരത്തിലുള്ള ചിന്താഗതികളെ പ്രകടിപ്പിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് ജനങ്ങൾ ഇത്തരത്തിലുള്ള ചിന്താഗതികളെ പ്രകടിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ഇത്തരത്തിലുള്ള ചിന്താഗതികളെ പ്രൊമോട്ടും ചെയ്യുന്നു. തികച്ചും ബേഹയായിൽ മാത്രം അടിസ്ഥിത ഗ്രന്ഥങ്ങൾ പോലും ഇന്ന് കാണാൻ സാധിക്കുന്നു. ലജ്ജയില്ലായ്മ, മതമില്ലായ്മ എന്നത് ഇന്ന് വ്യാപിച്ചിരിക്കുന്നു. വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ, അതായത് ജനങ്ങൾ താങ്കളുടെ മനസ്സിലുള്ള ഭാരത്തെ അല്ലെങ്കിൽ മാലിന്യത്തെ പുറന്തള്ളും. തുടർന്ന് ഹുസൂർ വിവരിക്കുന്നു, ഈ ആയത്തിൻ്റെ 6ാമത്തെ അർത്ഥം ഇക്കാലഘട്ടത്തിലെ സയൻസി കണ്ടുപിടുത്തങ്ങളാണ്. നമുക്കറിയാം ഈ അടയാളങ്ങളും ഇന്ന് ഈ മസീഹി കാലഘട്ടത്തിലാണ് പൂർത്തിയായത്. എല്ലാ വർഷവും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ സയൻസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ കാണുന്ന കെമിക്കൽ മാറ്റങ്ങളും അതിൻ്റെ റിസൾട്ടുകളുമാണ്. ഈ കെമിക്കൽ റിയാക്ഷൻസും അതിൻ്റെ റിസൾട്ടുകളുമൊക്കെ ഒരു തരത്തിലുള്ള അസ്ഖാൽ തന്നെയാകുന്നു. കാരണം ഈ കെമിക്കൽസ് എല്ലാം ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലത്താണ് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും മറ്റും പുറത്തു വന്നത്.
തുടർന്ന് അള്ളാഹു പറയുന്നു, വഖാലൽ ഇൻസാനു മാലഹ, അതിനെന്ത് സംഭവിച്ചു എന്ന് മനുഷ്യൻ ചോദിക്കും. ഹുസൂർ വിവരിക്കുന്നു, അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നു, അതായത് അർദ് തൻ്റെ അസ്കാലുകളെ പുറന്തള്ളുമ്പോൾ മനുഷ്യൻ അത്ഭുതപ്പെട്ടുകൊണ്ട് പറയും, മാലഹ, ഈ ഭൂമിക്ക് ഇതെന്ത് സംഭവിച്ചു. ബാക്കി ഇൻഷാ അല്ലാഹു തആല അടുത്ത ദർസിൽ വിവരിക്കുന്നതാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.